ലോക പരിസ്ഥിതി ദിനം. പ്രകൃതി സംരക്ഷണത്തിനായി തുനിഞ്ഞിറങ്ങിയ ഒരു പെൺകുട്ടിയുണ്ട് ഇടുക്കിയിൽ. 10 വയസ്സിൽ താഴെ മാത്രമാണ് അവളുടെ പ്രായം. ഇതിനോടകം 2000-ലധികം മരങ്ങളാണ് ഈ പെൺകുട്ടി നട്ടത്. ഏഷ്യ ബുക്കിൽ ഉൾപ്പെടെ പേര് എഴുതി ചേർത്ത ആ മിടുക്കിയെ ഒന്ന് കണ്ടുവരാം. ഇത് ആദിശ്രീ. ഈ കുഞ്ഞു തൂമ്പായും കയ്യുറയുമൊക്കെയായി ഇവളുടെ യാത്ര പറമ്പിലേക്കല്ല, വഴിയോരങ്ങളിലേക്കാണ്. ലക്ഷ്യം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നത്. വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന മരത്തൈകൾ കാറിൽ കയറ്റി അച്ഛൻ അനിൽകുമാറിനൊപ്പം യാത്ര ആരംഭിക്കും. തെരുവോരങ്ങളിലെ കാട് തെളിച്ച് കുഴിയെടുത്ത് മരത്തൈകൾ നട്ട് വെള്ളമൊഴിക്കും. ഇതിനോടകം 2000-ലധികം മരത്തൈകൾ വിവിധയിടങ്ങളിലായി ആദിശ്രീ നട്ടു. 3-ാം വയസ്സിൽ അച്ഛനിൽ നിന്നും പകർന്നു കിട്ടിയ പ്രകൃതി സംരക്ഷണത്തിന്റെ ബാലപാഠങ്ങളിൽ നിന്നായിരുന്നു ആദിശ്രീയുടെ തുടക്കം. എന്റെ 3-ാമത്തെ ബർത്ത്ഡേ, അതായത് ബർത്ത്ഡേക്ക് എനിക്ക് അച്ഛൻ ഒരു പ്ലാവിന്റെ ഗിഫ്റ്റ് ആയിട്ട് തന്നു. അപ്പൊ അത് നട്ട് അതെന്റെ ആദ്യമായിട്ട് വീട്ടുപറമ്പിൽ തട്ടു. അത് കഴിഞ്ഞിങ്ങനെ നടാം, പ്രകൃതിനെ സംരക്ഷിക്കാം എന്നൊരിത് എന്റെ മനസ്സിലോട്ട് വന്നപ്പോ അങ്ങനെ നടും. 1500 കൂടുതൽ തൈകൾ ഞാൻ നട്ടു. പക്ഷെ അതിൽ കുറച്ചൊക്കെ സംരക്ഷിക്കപ്പെടുന്നുള്ളൂ. ഞാൻ പോലീസ് സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ്, കോളേജ്, എന്റെ സ്കൂള്, കലാർപ്പുഴയുടെ അടുത്ത് 500 ഇല്ലിത്തൈ നട്ടു. അതെന്തിനാന്ന് വെച്ചാൽ അവിടെ മണ്ണിടിച്ചിലുണ്ടായി, പുഴയിലോട്ട് മണ്ണ് വീഴാതിരിക്കാൻ വേണ്ടിയാ. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാവാം മനുഷ്യൻ പ്രകൃതിയിലേക്ക് തള്ളുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടി അവൾ ശേഖരിക്കുന്നത്. മകൾക്ക് മരത്തൈ സമ്മാനിച്ചപ്പോൾ അച്ഛൻ അനിൽകുമാർ കരുതിയില്ല മകൾ അത് ഒരു ദൗത്യമായി ഏറ്റെടുക്കുമെന്ന്. മരത്തൈ നടിയിൽ മകൾ ഗൗരവത്തോടെ കണ്ടു തുടങ്ങിയതോടെ അനിൽകുമാറും അമ്മ ജിനുവും ആദിശ്രീക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം ചേർന്നു. ഏറ്റവും കൂടുതൽ മരത്തൈകൾ വെച്ച് പിടിപ്പിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതി ആദിശ്രീയെ തേടിയെത്തി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയും ആദിശ്രീ കരസ്ഥമാക്കി. ഇന്ന് ആദിശ്രീക്ക് കൂട്ടായി സഹോദരങ്ങളായ അനുശ്രീയും ആദികേശും ഒപ്പമുണ്ട്. നെടുങ്കണ്ടം പഞ്ചായത്ത് UP സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആദിശ്രീ ഇത്തവണ പ്രകൃതി ദിനത്തിൽ കൂട്ടുകാർക്കും അധ്യാപകർക്കും സമ്മാനിച്ചതും മരത്തൈകൾ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.